ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വേൾഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ വീട്ടിൽ സോപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, നമ്മൾ പുറത്തുനിന്നൊക്കെ സോപ്പ് വാങ്ങിക്കലൊക്കെ നിർത്തിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 3 ഫ്ലേവറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെറുനാരങ്ങ, കറ്റാർവാഴ, കപ്പങ്ങ. നല്ല പഴുത്ത കപ്പങ്ങ നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ കറ്റാർവാഴ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ജെല്ലൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ജെല്ല് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് പകുതി ചെറുനാരങ്ങ നമ്മൾ ഫസ്റ്റ് ഒരു ബൗളിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. പകുതിയാണ് ഒഴിക്കുന്നത്. അതിനുശേഷം അത് കുരുവൊക്കെ മാറ്റി അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കാം. ബാക്കിയുള്ള പകുതി നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വയ്ക്കണം. ഒരു 2-3 സ്ലൈസ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു കട്ടിയിൽ വയ്ക്കാം. അതിനുശേഷം പപ്പങ്ങ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾക്ക് വേണ്ട 3 സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ സോപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കത് സോപ്പ് ബേസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നമുക്കത് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് 4 എണ്ണമാണ് നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് കൊടുക്കണം. അത് നമുക്ക് ഇനിയിപ്പോൾ ഡബിൾ ബോയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് കറ്റാർവാഴയുടെ ജെല്ലിൻ്റെ നന്നായിട്ടൊന്ന് ഇടിച്ച് നല്ല ജ്യൂസാക്കി എടുക്കണം. അത് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ അരിഞ്ഞ് വെച്ച് സോപ്പ് ബേസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അത് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ശരിക്കും നന്നായിട്ട് അത് മെൽറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് മെൽറ്റായി. ഒരുപാട് നേരം ഒന്നും എടുക്കില്ല കേട്ടോ, നന്നായിട്ട് മെൽറ്റായി. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു സോപ്പ് മോൾഡ് എടുക്കുക. അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ കറ്റാർവാഴയുടെ സോപ്പാണ് ചെയ്യണത്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ഈക്വലായിട്ടുള്ള മെഷർമെൻറ്റിൽ തന്നെ ആ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഫുഡ് കളർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കറ്റാർ സോപ്പ് നമുക്ക് സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ചെറുനാരങ്ങയായിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്കും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് സോപ്പ് ബേസ് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചെറുനാരങ്ങയിലേക്ക് സോപ്പ് ബേസ് വരുമ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളർ വരും. നല്ല രസമാണത് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുനാരങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ മോൾഡിലും ചെയ്തെടുക്കാം. ഇനി കപ്പങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കും സോപ്പ് ബേസ് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് സോപ്പ് മോൾഡിലേക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനിയിപ്പോൾ ഇതൊരു 2 മണിക്കൂർ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഇതിൽ നിന്നിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോഴും നല്ല ഇഷ്ടമാവും. അതുപോലെ നമുക്കിതിൽ സ്മെല്ലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ പെർഫ്യൂമിൽ നിന്നിട്ട് ഒരു തുള്ളിയൊക്കെ ഇട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല ഒരു ഭംഗി തന്നെയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യണേ. അപ്പോൾ നല്ല ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും ഇതിനുണ്ടാവണേ. അപ്പോൾ എല്ലാവരും ഇതിന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് വ്ളോഗ് 786 എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് പുതിയ വീഡിയോസ് നമ്മളിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടി പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.